ചിറക്കാള വരുന്നേ, ഓ ചിറക്കാള വരുന്നേ, ഓ ചിറവേലു വരുന്നേ. പുതിയ ഇനം ജേഴ്സി പശുക്കൾ, വയസ്സറിയിച്ച സിന്ധി പശുക്കൾ, സുന്ദരികളായ വിദേശ പശുക്കൾ, പഴയ നാടൻ പശുക്കളുണ്ടോ പശുക്കൾ? ഓ ചിറക്കാള വരുന്നേ, ഓ ചിറവേലു വരുന്നേ. ഡ്യൂട്ടിക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വരികയാണല്ല, പിന്നെ നിങ്ങൾ ഇത് എങ്ങോട്ടേക്കാ? വേലുണ്ണന്റെ കാളയ്ക്ക് ഇനി തൊഴിലില്ലായ്മ വേതനത്തിന് അപേക്ഷിക്കേണ്ടി വരും. ഇനി പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പശുക്കളെ ചവിട്ടിക്കാൻ പാടില്ല. ചവിട്ടി ഡോക്ടർ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആശുപത്രിയിൽ ഒരു കൊച്ചു ഡോക്ടർ വന്നിട്ടുണ്ട്. ഇനി മുതൽ പശുക്കളെ കുത്തിവെച്ചാൽ മതിയെന്നാ കൊച്ചു ഡോക്ടറെ നിയമം. ഗോഡ്. അപ്പൊ മൈ പാർട്ണർ ഡോക്ടർ സുശീലൻ അത് നിന്ന് ഇപ്പൊ കമ്പൗണ്ടറായി. കുത്തിവെപ്പ് ഈ നാട്ടിലെ ഏത് കന്യകമാരുമായി രമിക്കാനും കുട്ടികൾ ഉണ്ടാക്കാനുള്ള അവകാശം എന്റെ ഈ ഓച്ചിറക്കുട്ടിന് മാത്രമുള്ളതാ. അയ്യടാ, ആദ്യം ഈ നാശത്തിലൊന്ന് പിടിച്ചു മാറ്റ. എപ്പ കണ്ടാലും വൃത്തിയായിട്ട് ഒരു നോട്ടവും സൈറ്റടിയും. നെകളിക്കണ്ട, വിത്തുകാളെ ഇനി അമ്പലക്കാളയായി പിച്ച തണ്ടേണ്ടി വരും. ഏതവൻ വന്നാലും എന്റെ കാളക്കുട്ടന്റെ കഞ്ഞില് മണ്ണിട്ടോ ഭസ്മോക്കും ഞാൻ. എന്റെ കരിങ്കണ്ണിനാവും പണി കണ്ടക്കും. കൊച്ചു ഡോക്ടർ വണ്ടി നിർത്ത്. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. പണി കണ്ടക്കരുത്. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി. ഇതെന്താണ് ബാറിൽ നിന്ന് വെള്ളം അടിച്ചപ്പോ BP കൂടിയ? ഇത് BP ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയില്ലേ? ഇനി അവൻ ഈ മണ്ണി കാലൂത്തൂല. വാ എന്നെ പിടിക്കാണ്ട് തുണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാല് അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ തുറക്ക്. തുറന്നു. തന്റെ ഈ കാളവാ തുറക്കാനല്ല പറഞ്ഞത്, വാതില് തുറക്കാൻ. വാതില് തുറക്കരുത്. തുറക്കരുതെന്നാ? ഇവന്താ പൗഡറൊക്കെ ഇട്ട് ഇന്നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണാ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അതെന്റെ മുറിയാടാ. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ. ഏത് കാലത്ത് വാഴക്കുഴി പ്രസന്നയോ അതോ റീനയോ? ായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ? എടാ കണ്ണീർ ചോരയില്ലാത്തവന്, ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ പറ്റും. ഇപ്പൊ കിട്ടിയില്ലേ? ആ കാല് കണ്ട നല്ല ഇളം പൈക്കിടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്ന് അറിയോട്ടെ. ഇത് പ്രസന്റ്. അയ്യോ, അമ്പടി കള്ളിപ്പശു. എടാ പശുല, ശിശുല, ഇത് പശു അല്ലടാ കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ? എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പം വിടി നീ സുഖിച്ചേർന്ന് ഉറങ്ങാനല്ലേ? ആരോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം. ചുമ്മാതല്ലോ, കൃത്യമായി വീതം പറഞ്ഞ് വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല, ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ? ഈ വീടിന്റെ എഗ്രിമെന്റ് എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കണോ തീരുമാനിക്കുന്നത് ഞാനാ. ഓസിന് പുറപ്പിക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തണോ? ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന വൈദ്യനാണല്ലേ? അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസെമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചെന്ന് അറിഞ്ഞാ തന്റെ സിറിഞ്ചിയാൻ ഉടച്ചളയും. ഈ ഓച്ചിറ വേലു ആരാണെന്ന് എനിക്കറിയോ? കാണിച്ചതാ. എന്തൊരു കാറ്റ്, എന്തൊരുറപ്പ്. സാറേ, ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പറയാം. എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതിന് അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ ഒരു സ്ഥലം വരെ പോണം. എനിക്ക് കുറച്ചും കൂടി രാവിലെ ഇറങ്ങായിരുന്നു. കുന്നത്തൂർ പഞ്ചായത്തിൽ 9-ാം നമ്പർ വാർഡിൽ CK മൈതിരി 456 നമ്പർ വോട്ടർ. കിട്ടിയ ഓരം വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ വീട്. പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ.
ഹലോ ആ ഞാൻ ദേ ചെത്തി ഇറങ്ങ. ഓ ലോഡ് അയച്ചിട്ടുണ്ട്, കൊണ്ടോട്ടിയുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന്. അവിടെ പപ്പനാവും കൊണ്ടുവരുമെന്ന്. ആ അയ്യോ സാറുമാരെ പോകല്ലേ, ഞാൻ ദേ വരുന്നത്. ഓ കാര്യം മനസ്സിലായി. ഇവിടെ അടിയും കുത്തും വെട്ടും ബോംബെറും ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ്. ഏത് ബ്രാൻഡാ വേണ്ടത്? ബ്രാൻഡോ? പറഞ്ഞാ മതി, ഏത് വേണേലും റെഡിയല്ലേ. ഇവിടെയൊക്കെ തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന വിദേശ മദ്യമാണോ? ബാഗി ചരക്ക. ഇവിടെ എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് അവനെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തെങ്ങിന്റെ വണ്ടയില. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല, ഒരു CK മൈഥിലി. അതെ, മൈഥിലിയുടെ വീടായത്. എന്താ സാറേ കാര്യം? അപ്പൊ പുള്ളിക്കാരി വോട്ട് ചെയ്യാൻ വന്നപ്പോ പരിചയപ്പെട്ടതാണേ. സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാനൊരു വെറ്റിനറി ഡോക്ടറാ. ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള റിസർച്ചിലാ. ഒന്നാ കുട്ടിയെ... അയ്യോ സാറ് പറഞ്ഞതുപോലെ പട്ടികളെയല്ല, പൂച്ചകളെയാ. ആണോ? അതെന്ന് തുടങ്ങി. എന്നോട് പട്ടികൾ എന്നാണല്ലോ പറഞ്ഞത്. പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേ മുതലുള്ള വിനോദമാ. പാവുക, സ്നേഹമുള്ള കുട്ടിയാ. എന്ത് ചെയ്യാനാ, വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി. അയ്യോ, അപ്പൊ മൈഥിലിയോ? അവൾ ഇവിടെ ഉണ്ട്, അവക്ക് പോവാൻ പറ്റുമോ? സാറുമാര് വന്നാട്ടെ. അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത്. വാ, ദേ ഇവിടെയാ അവൾ ഉറങ്ങുന്നത്. 1.5 വർഷം മുമ്പ് അവള് മരിച്ചുപോയി. അപ്പോ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വന്നതോ? കന്നി വോട്ടല്ലേ, അവള് വരും. ആശ തീരാതെയാ പാപം പോയത്. അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക. അവക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളെയാ. അതുപോലെ തന്നെ അവളുടെ മനസ്സും. ഇണങ്ങിയാ പിന്നെ പിരിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളൂ. അതാ പതിവ്. എന്താ സാറേ? നീ കേട്ടില്ലേ? എന്താ ഇപ്പൊ കേട്ടില്ലേ? കേട്ടു. ഇത് അവൾ തന്നെയാ. നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത്. അവൾ ഈസിയായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു. പണ്ടാരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവ ഈ കാലപൂച്ച കരയണത്? 12 മണിയാകുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും. അപ്പ തലക്കടിച്ചാൽ നാളെ അവൻ ഈ നാട് വിടും, ഉറപ്പാ. ഓച്ചിറ വേലുന്റെ ബുദ്ധി അസാധ്യം. എത്ര മണിയായി? എത്ര മണിയായി? നഷ്ടപാരായി കാണും. അവക്കിറങ്ങി നടക്കാൻ പറ്റിയ സമയാ. ആ സുശീലൻ എവിടെ? അവ അടിച്ച് പിറ്റാച്ചിടന്ന് ഉറങ്ങിയിരിക്കും. കേട്ടില്ലേ? ഇത് അവള് തന്നെയാ. പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയായിരിക്കും. എന്തിന്? നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല, സാറ്. പോളിംഗ് ബൂത്തിൽ വെച്ചാൽ സാറിന് അവള് നോട്ടായിട്ട് കാണും. എവിടെ എവിടെ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? അവള് നിസ്സാരക്കാരിയല്ല, നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. അതേത്? സാറ് വല്ലതും പറഞ്ഞ? ഇല്ല, താൻ വല്ലതും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് പീസ് ഊരിയ കാര്യം പറഞ്ഞു. ഞാനോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലായി. എന്ത്? അവള് ചില്ലറക്കാരിയല്ല, മിമിക്രിക്കാരിയാ. സാറേ എന്തുപറ്റി? സുശീല! സുശീല! എന്താ എന്താ മനുഷ്യക്കെന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. അയ്യോ എന്ത് പറ്റി? നമ്മുടെ ചന്ദ്രപ്പനെ പ്രേതം പിടിച്ചു. ആണാ? അയ്യോ എപ്പോ? സോഡ വേണോന്നാ? സോഡ കുട്ടി ലാർജ് വേണോന്നാ? ആ മനസ്സിലായ. അവര് സംസാരിച്ചു നഷ്ടപ്പെട്ടു. അവന് ഊമയായി. എടാ തെണ്ടി, എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ കണ്ടതാ. വെള്ള പാവാടയും ബ്ലൗസും, പനംകുല പോലത്തെ മുടി, ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി. പ്രായം 18. മൈഥിലി.